കുട്ടിക്ക് എന്നും വയറുവേദന. സ്കാൻ എടുത്ത് കഴിഞ്ഞപ്പോൾ മിസെൻട്രിക് അഡിനൈറ്റിസ് അഥവാ കുട്ടികൾക്കുണ്ടാവുന്ന കഴല വീക്കാണെന്ന് പറഞ്ഞു. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, നിങ്ങളത് വലിയ സീരിയസ് ആയി എടുക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വയറുവേദന എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഈ സമയത്ത് രക്ഷിതാക്കളാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവും. ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു, കുട്ടിക്കാണെങ്കിൽ വയറുവേദന ഉണ്ട്. ഞാൻ ഡോക്ടർ യൂനിസ് കൊടശ്ശേരി. ഡോക്ടർമാർ സാരമില്ല കുഴപ്പമില്ല എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായിട്ട് ഇത് അപ്പൻഡിസൈറ്റിസ് പോലുള്ള അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരു രോഗമല്ല. രണ്ടാമതായിട്ട് സാധാരണയായി കുട്ടികൾ കാണപ്പെടുന്ന ഒരു ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമായതുകൊണ്ടാണ്. പക്ഷെ മാതാപിതാക്കൾക്ക് ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം കുട്ടിക്ക് ഇടയ്ക്ക് വയറുവേദന ഉണ്ടാവുന്നു. ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഈ കഴലവീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ പോലും ആഴ്ചകളോ മാസങ്ങളോ വേണ്ടിവരും ഈ ഒരു കഴല ചുരുങ്ങി വരാം. അതുകൊണ്ട് ആ സമയത്ത് കുട്ടികൾക്ക് വയറുവേദന ഉണ്ടാകുന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ സാരമില്ല എന്ന് കരുതി വിട്ടുകളഞ്ഞ പല വയറുവേദനകളും പിന്നീട് അബ്ഡോമിനൽ ടിബി, അതായത് കുടലിനെ ബാധിക്കുന്ന ക്ഷയരോഗമോ അല്ലെങ്കിൽ കുടലിനെ ബാധിക്കുന്ന സീരിയസ് ആയിട്ടുള്ള IBD പോലെയുള്ള ക്രോൺസ് ഡിസീസ് പോലെയുള്ള രോഗങ്ങളായിട്ട് പിന്നീട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രക്ഷിതാക്കൾ ഇനി ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം, നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് കുട്ടിക്ക് വയറുവേദനയോട് കൂടെ പനി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഭാരം കുറഞ്ഞു വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് വയറുവേദന കാരണത്താൽ കുട്ടിക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളത് സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. മൂന്നാമതായിട്ട് കുട്ടിക്ക് മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകാനോ കളിക്കാനോ മറ്റു കാര്യങ്ങൾക്ക് ഒരു ഉഷാറില്ലായ്മ, അതിനൊരു താല്പര്യമില്ലായ്മ, എപ്പോഴും ക്ഷീണത്തോടു കൂടി കിടക്കുക എന്നുള്ളത് കാര്യം കുട്ടിക്കുണ്ടെങ്കിൽ, ഇത്തരം അസ്വസ്ഥതകൾ കുട്ടികൾ തുടർച്ചയായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മെഡിക്കൽ റിപ്പോർട്ട് നോർമലാണെന്ന് പറയുകയും പക്ഷെ കുട്ടിയുടെ വേദന നോർമൽ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തുടർ പരിശോധനയും നല്ലൊരു ഡോക്ടറുടെ സേവനവും നിങ്ങൾക്ക് ആവശ്യമാണ്. ഇത്തരം കുട്ടികൾ കാണപ്പെടുന്ന കഴല വീക്കത്തിന് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാണ്. ഈ അറിവ് മറ്റു മാതാപിതാക്കളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക.